നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഡ് എന്നുള്ള വേർഡിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസ് ആണ്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ നിന്നും നമ്മൾ ഡിഡ് എന്നുള്ള വേർഡിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസ് ആയിരുന്നു അതേപോലെ നമ്മൾ അതിൻ്റെ ഗ്രാമർ സെക്ഷൻസ് പറഞ്ഞിരുന്നു. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഡിഡിനെ പറ്റിയുള്ള എക്സാമ്പിൾസ് ആണ് നോക്കുന്നത്. കാരണം ഡിഡ് വെച്ച് നമ്മൾ ഡെയിലി ഒരുപാട് വേർഡുകൾ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഡിഡിന് വളരെ ഇമ്പോർട്ടൻസ് ആണുള്ളത്. സോ ഇന്നത്തെ എപ്പിസോഡും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഡിഡ് വെച്ച് യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡുകളാണ്. അതേപോലെ തന്നെ നമ്മൾ ഡിഡ് പഠിക്കുമ്പോൾ തന്നെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡുകളും നമ്മൾ ഈ സെൻറ്റൻസിൻ്റെ കൂടെ പഠിച്ചാണ് പോകുന്നത്. സോ ഇന്നത്തെ എപ്പിസോഡ് ഇമ്പോർട്ടൻ്റ് ആണ്, തീർച്ചയായിട്ടും നിങ്ങൾ റിവൈസ് ചെയ്യണം. സോ ഡിഡിനെ പറ്റി പറയുവാണെങ്കിൽ ഡിഡ് എന്ന് പറയുന്നത് ഡൂവിൻ്റെ ഡസിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. നമ്മൾ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് ഡൂവിൻ്റെ ഡസിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഭൂതകാലം, അതായത് കഴിഞ്ഞ കാലത്തെ പറ്റി സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഡിഡ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഡിഡിനും ഡൂവിനും ഡസിനും ഒരേ അർത്ഥമാണുള്ളത്. അതായത് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയോ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനെ സൂചിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഡിഡ്, ഡൂവ്, ഡസ് തുടങ്ങിയ വേർഡുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നതുകൊണ്ട് ഡിഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മെയിൻ വെർബിൻ്റെ കൂടെ നമ്മൾ ഡിയെ നമ്മൾ വെർബിൻ്റെ കൂടെ ചേർക്കും. അത് നമ്മൾ യൂസ് ചെയ്യാറില്ല. സോ ഗ്രാമർ സെക്ഷൻ നോക്കുന്നവർക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. നിങ്ങൾക്ക് സെൻറ്റൻസുകൾ എക്സാമ്പിൾ പോകുമ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്യാം. സോ അത് ആദ്യമായിട്ട് കേൾക്കുന്നവർ പേടിക്കണ്ട. കാരണം ഇംഗ്ലീഷ് സംസാരിക്കാൻ ഗ്രാമറിൻ്റെ ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഗ്രാമർ നോക്കുന്നവർക്ക് വേണ്ടി മാത്രമേ ആ ക്ലിപ്പ് വെച്ചുള്ളൂ. സോ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഗ്രാമർ പഠിച്ചിട്ടല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. നമ്മൾ ഗ്രാമർ ഓർത്ത് വെച്ചുകൊണ്ട് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റത്തില്ല. ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കുന്ന ഒരു ഫ്ലോയിലാണ്. അത് നമ്മുടെ ആശയപരമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് സെൻറ്റൻസ് കൂടുതൽ നമ്മുടെ എപ്പിസോഡിൽ ഉൾക്കൊള്ളിക്കുന്നത്. ആശയപരമായിട്ട് ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാകുവാനും നമ്മുടെ മനസ്സിലോട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഡയറക്റ്റ് എക്സാമ്പിളിലോട്ട് പോകാം. ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. വെൻ ഡിഡ് ഷീ ലീവ് ക്ലാസ് റൂം. വെൻ ഡിഡ് ഷീ ലീവ് ക്ലാസ് റൂം എന്ന് വെച്ചാൽ അവൾ എപ്പോഴാണ് ക്ലാസ് റൂമിൽ നിന്ന് പോയെന്നാണ് എൻ്റെ അർത്ഥം. വെൻ ഡിഡ് ഷീ ലീവ് ക്ലാസ് റൂം. വെൻ ഡിഡ് ഷീ ലീവ് ദ ക്ലാസ് റൂം. അവൾ എപ്പോഴാണ് ക്ലാസ് റൂമിൽ നിന്ന് പോയെന്നാണ്. സോ ഞാനിങ്ങനെ അർത്ഥം പറയുമ്പോൾ ഞാൻ എൻ്റെ ലാംഗ്വേജിലോ അച്ചടി ഭാഷയിലോട്ടായിരിക്കും ഇത് കൺവേർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് നിങ്ങളുടെ ആശയത്തോട് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിലെ ഏത് മലയാളമാണോ ഏത് ശൈലിയാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു അർത്ഥത്തിലും ആ ഒരു ആശയത്തിലും എടുക്കാവൂ. എന്നാൽ മാത്രമേ ഇംഗ്ലീഷ് സെൻറ്റൻസ് നിങ്ങളുടെ മനസ്സിൽ പതിയത്തുള്ളൂ. അച്ചടി ഭാഷയിലോ എൻ്റെ ഭാഷയിലോ എടുക്കാതെ പതിയാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഓർത്തെടുത്ത് പറയാനും ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങളുടെ ആശയത്തിലോട്ടും നിങ്ങളുടെ ആ ലാംഗ്വേജ് സ്റ്റൈലിലോട്ടും വേണം ഇതിൻ്റെ അർത്ഥങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടി. സോ അടുത്തത്, വെൻ ഡിഡ് യു ചേഞ്ച് യുവർ അഡ്രസ്സ്. എപ്പോഴാണ് താങ്കളുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതാണ് എൻ്റെ അർത്ഥം. വെൻ ഡിഡ് യു ചേഞ്ച് യുവർ അഡ്രസ്സ് എന്ന് വെച്ചാൽ താങ്കൾ എപ്പോഴാണ് താങ്കളുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതാണ് എൻ്റെ അർത്ഥം. വെൻ ഡിഡ് യു ചേഞ്ച് യുവർ അഡ്രസ്സ്. അടുത്തത്, വെയർ ഡിഡ് യു ഫൈൻഡ് ദിസ് വാലറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സാണ്. പേഴ്സൊക്കെ ഇല്ലേ, പൈസ ഇട്ട് വെക്കുന്ന പേഴ്സ്, അതാണ് ജസ്റ്റ് ചോദിക്കുന്നതാണ്. വെയർ ഡിഡ് യു ഫൈൻഡ് ദിസ് വാലറ്റ്. ഈ പേഴ്സ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? വെയർ ഡിഡ് യു ഫൈൻഡ് ദിസ് വാലറ്റ്. പേഴ്സ് കളഞ്ഞു പോകത്തില്ല. അപ്പോൾ നമ്മൾ ഒരാളോട് ചോദിക്കുന്നത് നിനക്ക് ഈ പേഴ്സ് എവിടെ നിന്നാണ് കിട്ടിയെന്ന്, അങ്ങനത്തെ ഒരു ചോദ്യമാണിത്. വെയർ ഡിഡ് യു ഫൈൻഡ് ദിസ് വാലറ്റ്. അടുത്തത്, ഡിഡ് യു ഹിയർ മൈ ഷോ ലാസ്റ്റ് നൈറ്റ്. ഡിഡ് യു ഹിയർ മൈ ഷോ ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ താങ്കൾ എൻ്റെ പ്രോഗ്രാം കണ്ടെന്നാണ്. ഷോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പരിപാടിയായിരിക്കും, എന്തെങ്കിലും പാട്ടിൻ്റെ എന്തെങ്കിലും പരിപാടിയായിരിക്കും, അല്ലെങ്കിൽ ഡാൻസ് ആയിരിക്കും, എന്തെങ്കിലും ഒരു ഷോ ആയിരിക്കും. അത് കണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. ഇതൊരു ഡിഡ് വെച്ചുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ നമ്മൾ ഡിഡും വെച്ചും ഡൂവും വെച്ചും ഡസും വെച്ചും നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണിത്. ഡിഡ് യു ഹിയർ മൈ ഷോ ലാസ്റ്റ് നൈറ്റ്. എൻ്റെ ഷോ ലാസ്റ്റ് നൈറ്റിൽ കണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ ഷോ കേട്ടായിരുന്നു. ഡിഡ് യു ഹിയർ മൈ ഷോ കേട്ടായിരുന്നോ കണ്ടായിരുന്നോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഡിഡ് യു ഹിയർ മൈ ഷോ ലാസ്റ്റ് നൈറ്റ്. എൻ്റെ ഷോ നിങ്ങൾ കേട്ടായിരുന്നോ എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത, ഡിഡ് യു പ്ലേ ക്രിക്കറ്റ് യെസ്റ്റർഡേ. ഇന്നലെ നിങ്ങൾ ക്രിക്കറ്റ് കളിച്ചായിരുന്നോ എന്നാണ് ചോദ്യം. നമ്മൾ കൂട്ടുകാരോടൊക്കെ ചോദിക്കാൻ ചോദ്യം, ഇന്നലെ നീ ക്രിക്കറ്റ് കളിക്കാൻ കളിച്ചായിരുന്നോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഡിഡ് യു പ്ലേ ക്രിക്കറ്റ് യെസ്റ്റർഡേ. ഇന്നലെ നീ ക്രിക്കറ്റ് കളിച്ചായിരുന്നോ എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹീ സെഡ്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹീ സെഡ് എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ എന്നാണ് അർത്ഥം. അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായത്, സെഡ് എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞത് എന്നാണ് അർത്ഥം. സെഡ് എന്ന് വെച്ചാൽ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് സെഡ് വന്നു, പറഞ്ഞത്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹീ സെഡ്. അവൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹീ സെഡ്. അടുത്ത്, ഹൗ ഡിഡ് യു സ്പെൻഡ് യുവർ വെക്കേഷൻ. ജസ്റ്റ് നമ്മൾ ചോദിക്കത്തില്ലേ നിങ്ങളുടെ അവധിക്കാലം എങ്ങനെ ആഘോഷിക്കുന്നത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ്. ഹൗ ഡിഡ് യു സ്പെൻഡ് യുവർ വെക്കേഷൻ. നിങ്ങളുടെ അവധിക്കാലം എങ്ങനെയാണ് ആഘോഷിക്കുന്നതാണ്. ഹൗ ഡിഡ് യു സ്പെൻഡ് യുവർ വെക്കേഷൻ. അടുത്തത്, കെവിൻ ഡിഡ് ഇറ്റ് സിംപിളി ഫോർ ദ മണി എന്ന് വെച്ചാൽ കെവിന് അത് പണത്തിന് വേണ്ടിയാണ് ചെയ്തത്. കെവിൻ ഡിഡ് വളരെ അനായാസമായിട്ട് സിമ്പിളായിട്ടാണ് കരുതി ചെയ്തത്. പണത്തിന് വേണ്ടി അവൻ സിമ്പിളായിട്ടാണ് ചെയ്യുന്നതാണ് എൻ്റെ അർത്ഥം. കെവിൻ ഡിഡ് ഇറ്റ് സിംപിളി ഫോർ ദ മണി. കെവിൻ ഡിഡ് ഇറ്റ് സിംപിളി ഫോർ അവൻ പണത്തിന് വേണ്ടിയാണ് അത് ചെയ്തത്. ഡിഡ് ഇറ്റ് അത് ചെയ്യുന്നു. കെവിൻ എന്ന ഒരാളാണ്. കെവിൻ ഡിഡ് ഇറ്റ് സിംപിളി ഫോർ ദ മണി. അടുത്തത്,
വാട്ട് ഡിഡ് യു ഹാവ് ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റിന് താങ്കൾ എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? വാട്ട് ഡിഡ് യു അല്ലെങ്കിൽ താങ്കൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിച്ചതെന്നാണ് അതിൻ്റെ അർത്ഥം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. വാട്ട് ഡിഡ് യു ഹാവ് ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ്? തനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു ഉള്ളത് അല്ലെങ്കിൽ എന്തായിരുന്നു കഴിച്ചത്? ബ്രേക്ക്ഫാസ്റ്റിന് എന്തായിരുന്നു കഴിച്ചതെന്നാണ് അർത്ഥം. വാട്ട് ഡിഡ് യു ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? അടുത്ത സ്ലൈഡിലോട്ട് പോവാം. വെൻ ഡിഡ് ദ വെഡ്ഡിങ് ടേക്ക് പ്ലേസ്? വെഡ്ഡിങ് എന്ന് വെച്ചാൽ കല്യാണം, മാരേജ് എന്നാണ് അർത്ഥം. എപ്പോഴാണ് ആ കല്യാണം നടന്നതെന്നാണ്. വെൻ ഡിഡ് ദ വെഡ്ഡിങ് ടേക്ക് പ്ലേസ്? എപ്പോഴാണ് ആ കല്യാണം നടന്നതാണ്. വെൻ എന്ന് വെച്ചാൽ എപ്പോൾ. വെൻ ഡിഡ് ദ വെഡ്ഡിങ് ടേക്ക് പ്ലേസ്? എപ്പോഴാണ് ആ കല്യാണം നടന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത, വേർ ഡിഡ് യു ഗെറ്റ് യുവർ ഹെയർ കട്ട്? നിങ്ങളുടെ മുടി എവിടെ നിന്നാണ് വെട്ടിയെന്നാണ്. ഇവിടെ നമ്മൾ മുടി വെട്ടിയെന്നൊന്നും ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടില്ല. ആ ഗെറ്റ് എന്നുള്ള വേർഡിൽ തന്നെ മുടി കട്ട് ചെയ്തെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ആശയം അങ്ങനെയാണ് വരുന്നത്. സോ ഇംഗ്ലീഷ് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ആശയപരമായിട്ടാണ് ഇംഗ്ലീഷിലെ പല വേർഡുകളുടെ അർത്ഥം നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും ഗെറ്റ് യൂസ് ചെയ്യാം. ഗെറ്റിന് ഒരുപാട് അർത്ഥമുണ്ട്. നമുക്ക് വേറൊരു ക്ലാസ്സിലെടുക്കാം, എക്സാമ്പിൾസ് വെച്ചെടുക്കാം. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വേർ ഡിഡ് യു ഗെറ്റ് യുവർ ഹെയർ? എവിടെ നിന്നാണ് താങ്കൾ മുടി വെട്ടിയത് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തത്, വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ ലഞ്ച് ടുഡേ? ഇന്നത്തെ ഉച്ചഭക്ഷണം താങ്കൾ എന്താണ് കഴിച്ചതെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ ലഞ്ച് ടുഡേ? എന്താണ് ഇന്നത്തെ ഉച്ചഭക്ഷണത്തിൽ കഴിച്ചതെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ ലഞ്ച് ടുഡേ? എന്താണ് കഴിച്ചതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അടുത്ത, ഡിഡ് യു ഡ്രൈവ് ഹെർ ഹോം ലാസ്റ്റ് നൈറ്റ്? അതായത് നീ അവളെ ഇന്നലെ വീട്ടിൽ കൊണ്ടുവിട്ടോ? അതായത് കാറിൽ വീട്ടിൽ കൊണ്ടുവിട്ടോ ആണ് ചോദിക്കുന്നത്. ഡിഡ് യു കാറോ ബൈക്കോ ആകാം. ഡിഡ് യു ഏതെങ്കിലും വീട്ടിലെ പേരൻറ്റ് ആരോടെങ്കിലും ചോദിക്കുന്നതായിരിക്കും. ഡിഡ് യു ഡ്രൈവ് ഹെർ ഹോം ലാസ്റ്റ് നൈറ്റ്? അവളെ ഇന്നലെ അവിടെ വീട്ടിൽ കൊണ്ടാക്കിയോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഡ്രൈവ് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കിയോ എന്നാണ് അർത്ഥം. ഡിഡ് യു ഡ്രൈവ് ഹെർ ഹോം ലാസ്റ്റ് നൈറ്റ്? അടുത്ത് നോക്കാം. ഡിഡ് യു എൻജോയ് ദ പാർട്ടി യെസ്റ്റർഡേ? ഇന്നലത്തെ പാർട്ടി എൻജോയ് ചെയ്തതെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഡിഡ് യു എൻജോയ് ദ പാർട്ടി യെസ്റ്റർഡേ? ഇന്നലത്തെ ആഘോഷം നിങ്ങൾ എൻജോയ് ചെയ്തതെന്നാണ് അർത്ഥം. ഇതും ഡിഡ് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അടുത്ത്, ഹി ഡിഡ് നോട്ട് സ്പീക്ക് അൺലെസ് സ്പോക്കൺ ടു? അവനോട് ഒന്നും സംസാരിക്കാതെ അവനൊന്നും പറയത്തില്ലെന്നാണ് അർത്ഥം. ഇവിടെ അങ്ങനെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മലയാള അർത്ഥത്തിലൊന്നും ഇംഗ്ലീഷ് ഇലാബറേറ്റ് ചെയ്ത് എഴുതിയിട്ടില്ല. ജസ്റ്റ് ആ സ്പോക്കൺ ടു ഉള്ള, അതായത് സംസാരിച്ചാലേ ആ ഒരു ഇതിൽ ആ ഒരു ആശയം വരുവാണ്. ഹി ഡിഡ് നോട്ട് സ്പീക്ക് അൺലെസ് സ്പോക്കൺ ടു? അവനൊന്നും പറയത്തില്ല അല്ലെങ്കിൽ അൺലെസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ, അവനോടൊന്നും സംസാരിക്കാതെ അവനൊന്നും തിരിച്ച് സംസാരിക്കത്തില്ല. അതാണ് ഹി ഡിഡ് നോട്ട് സ്പീക്ക് അൺലെസ് സ്പോക്കൺ ടു. സ്പീക്കിൻ്റെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് സ്പോക്കൺ. ഗ്രാമറിലോട്ട് കയറുന്നില്ല. അവനോട് എന്തെങ്കിലും സംസാരിച്ചാലേ അവൻ സംസാരിക്കുന്നുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹി ഡിഡ് നോട്ട് സ്പീക്ക് അൺലെസ് സ്പോക്കൺ. ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ഗ്രാമറിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് വേർഡുകൾ നമ്മൾ പഠിച്ചിരിക്കുന്നുണ്ട്. സ്പീക്കിൻ്റെ സ്പോക്കൺ ആണ്, സംസാരിച്ചാൽ ഉറപ്പിച്ച് പറയുന്നത്. ഇങ്ങനത്തെ വേർഡുകൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും. അതിനെപ്പറ്റി ഭയപ്പെടേണ്ട. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എക്സാമ്പിൾ സെൻറ്റൻസ് എടുക്കുമ്പോൾ പഠിച്ചു പോകുന്നതായിരിക്കും. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഹി ഡിഡ് നോട്ട് സ്പീക്ക് അൺലെസ് സ്പോക്കൺ. അവനോടൊന്നും സംസാരിക്കാതെ അവനൊന്നും സംസാരിക്കത്തില്ല എന്നാണ് എൻ്റെ അർത്ഥം. സ്പോക്കൺ എന്ന് പറയുമ്പോൾ സംസാരിക്കാതെ, തീർച്ചയായിട്ടും അവനോട് സംസാരിച്ചാലേ എന്നുള്ളൊരു ആശയമാണ്. സ്പോക്കൺ പെർഫെക്റ്റ് ടെൻസ് ആണ് അത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൺഫ്യൂസ് ആകൽ, സെൻറ്റൻസുകൾ മനസ്സിലാക്കി പോവുക, എക്സാമ്പിൾ സെൻറ്റൻസുകൾ മനസ്സിലാക്കി പോവുക. അടുത്തത്, ഹൗ ഡിഡ് യു ഗെറ്റ് ടു നോ അബൌട്ട് ഹെർ എന്ന് വെച്ചാൽ അവളെ നിനക്ക് എങ്ങനെ അറിയാം. ഹൗ ഡിഡ് യു ഗെറ്റ് ടു നോ അബൌട്ട് ഹെർ? അവളെ നിനക്ക് എങ്ങനെ അറിയാം, അല്ലെങ്കിൽ അവളെ നീ എങ്ങനെ പരിചയപ്പെട്ടു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഹൗ ഡിഡ് യു ഗെറ്റ് ടു നോ അബൌട്ട്? അവളെ നിനക്ക് എങ്ങനെ അറിയാം, അവളുമായിട്ട് എങ്ങനെയാണ് നിനക്ക് പരിചയം എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ മലയാളമൊന്നും അവിടെ അർത്ഥമില്ല, ഇംഗ്ലീഷ് എഴുതിയിട്ടില്ല. ഈ ഗെറ്റ് ടു നോ എന്നുള്ള ആ വേർഡിൽ തന്നെ ആ എല്ലാ ആശയവും ഉൾക്കൊള്ളിച്ചാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായി, ഇംഗ്ലീഷിൻ്റെ ആ ഫോർമേഷൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഹൗ ഡിഡ് യു ഗെറ്റ് ടു നോ അബൌട്ട് ഹെർ? അവളെപ്പറ്റി നിനക്ക് എങ്ങനെ അറിയാം, അവളെപ്പറ്റി നിങ്ങൾ എങ്ങനെ അറിഞ്ഞെന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത, ഹൗ ഡിഡ് യു സ്പെൻഡ് യുവർ ഫ്രീ ടൈം? നിങ്ങളുടെ ഫ്രീ ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്തതെന്നാണ് അർത്ഥം. ഹൗ ഡിഡ് യു സ്പെൻഡ് യുവർ ഫ്രീ ടൈം? നിങ്ങളുടെ ഫ്രീ ടൈം എങ്ങനെ ചിലവാക്കിയതെന്നാണ് അർത്ഥം. സോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. സോ നമുക്ക് ഒരുപാട് എടുക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് തന്നെ സാറ്റിസ്ഫാക്ഷൻ ആയില്ല, കാരണം ഡിഡ് വെച്ച് ഒരുപാട് വേർഡുകൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് തീർച്ചയായും റിവൈസ് ചെയ്യണം. നമ്മുടെ ക്ലാസ്സുകളെന്ന് പറയുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളായതുകൊണ്ട് നമ്മൾ ഡിഡിനെ പറ്റി ഒരുപാട് റിവൈസ് ചെയ്യാതെ പോകുന്നത് വളരെ മിസ്റ്റേക്കാണ്. സോ അതുകൊണ്ട് എനിക്ക് ഒരു ഡിഡിനെ പറ്റി അടുത്ത എപ്പിസോഡും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഒരുപാട് വേർഡുകൾ നമ്മൾ ഡിഡിനെ പറ്റി നമ്മൾ ഡെയിലി സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡിഡ് പഠിക്കുമ്പോൾ പല പുതിയ വേർഡുകളും പല പുതിയ ശൈലികളും പഠിച്ചാണ് പോകുന്നത്. സോ ഡിഡിനെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ തീർച്ചയായും എടുക്കേണ്ടതായിട്ടുണ്ട്.
സോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. അതേപോലെ തന്നെ ഇംഗ്ലീഷ് നിങ്ങൾ മറ്റുള്ളവരോട് തീർച്ചയായിട്ടും സംസാരിക്കണം. ഇംഗ്ലീഷ് സംസാരിക്കാതിരിക്കരുത്. നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയുടെ വൊക്കാബുലറിയെക്കാട്ടി ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ധൈര്യമാണ്. സോ ഇംഗ്ലീഷ് മറ്റുള്ളവർ ധൈര്യത്തോടെ സംസാരിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ വെച്ച്. ഇംഗ്ലീഷ് ഗ്രാമറുകൾ തെറ്റിയാലും കുഴപ്പമില്ല. ആളുകൾ നമ്മുടെ കോൺഫിഡൻസിനെ മാത്രമാണ് നോക്കുന്നത്. സോ ഇംഗ്ലീഷ് സംസാരിക്കുക, പോസിറ്റീവായിട്ട് നടക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഇംഗ്ലീഷ് സംസാരിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.